ഇറാൻ മിഷന്റെ അതായത് യുഎനിലുള്ള ഇറാൻ മിഷന്റെ പ്രതികരണം വരികയാണ് ഈ നിമിഷത്തിൽ. അവർ സൂചിപ്പിക്കുന്നത് യുക്തിഭദ്രവും ഒപ്പം തന്നെ നിയമപരവുമാണ് നിലവിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. ഒപ്പം തന്നെ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ഈ ആക്രമണത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അവരെന്നുള്ളതാണ്. ഇപ്പോൾ എക്സിലൂടെയാണ് പോസ്റ്റിൽ കാര്യങ്ങൾ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിന്റെ പൂർണ്ണരൂപം ഇറാൻ മിഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് നേരത്തെ തന്നെ ഈ രീതിയിൽ ഏത് രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് എന്ന വിശദീകരണം നേരത്തെ നൽകിയിരുന്നു. മാത്രമല്ല ആക്രമണം അത് താൽക്കാലികമാണ് എന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്തുണ പല ഭാഗങ്ങളിൽ നിന്നായി ഇറാൻ ഉറപ്പിച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. അത് കുറെ കൂടി അവർക്ക് ഇപ്പം ഹൂതി അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് പിന്തുണ എന്തായാലും ഈ ഘട്ടങ്ങളിൽ കിട്ടുന്നുമുണ്ട്. മാത്രമല്ല ഈ ആക്രമണത്തെ ന്യായീകരിക്കാനുള്ള വാദങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട്. അത് തന്നെയാണ് അക്ഷയ സൂചിപ്പിച്ചിട്ടുള്ളതും. അതായത് ഇസ്രയേൽ ഭരണകൂടം അത് ഏത് രീതിയിലുള്ള നിലപാടുകളാണ് അവർ എടുക്കുന്നത്, സയനിസ്റ്റ് ഭരണകൂടം ഏത് രീതിയിലാണ് മുസ്ലിങ്ങളോടക്കമുള്ള അവരുടെ സമീപനം, ഈ ഗാസയിലടക്കം നടത്തുന്ന ആക്രമണങ്ങളിൽ അവർ നടത്തുന്ന നിലപാട് എന്ത്, അതെല്ലാം തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ ആക്രമണത്തെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ്. അത് ഇറാൻ റവല്യൂഷണറി ഗാർഡും ആ രീതിയിലുള്ള ഒരു വിശദീകരണം നേരത്തെ നൽകിയിട്ടുള്ളതുമാണ്. അതായത് ഈ ആക്രമണത്തിന് ന്യായീകരണമുണ്ട് എന്ന് അവർ വളരെ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 400ഓളം മിസൈലുകൾ അവിടേക്കായി 400ലേറെ മിസൈലുകൾ ഇസ്രയേലിന് മേൽ പതിച്ചിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി ഇക്കാര്യം ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നില്ല. ഇസ്രയേൽ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകളും ഈ ഘട്ടത്തിൽ എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇസ്ഫഹാൻ, തബ്രീസ്, ഖുറമാബാദ്, കരാജ്, അരക്, കർമാൻഷാ എന്നീ സ്ഥലങ്ങളിലായിട്ടാണ് മിസൈലുകൾ വർഷിച്ചിരിക്കുന്നത്, മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമൊക്കെ ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇസ്രായേൽ നടത്തുന്ന ഈ പ്രതികാര നടപടികൾ ഇതിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുള്ള പ്രതികരണമൊക്കെ ഇറാന്റെ UN മിഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഒരു മുന്നറിയിപ്പായിട്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇംതിയാസ് കരീം കൂടി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഇംതിയാസ്, ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്തോ അത് നിയമപരമാണ്, അത് ശരിയാണ്, അത് യുക്തിഭദ്രമാണെന്നുള്ള പ്രതികരണമൊക്കെയാണ് ഈ സമയത്തും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതേസമയം തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം ഇസ്രായേൽ പറയുകയും ചെയ്യുന്നു. അതായത് ഇതിവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരുമോ ഈ രണ്ട് പ്രതികരണങ്ങൾ ഈ നിമിഷം ഉണ്ടാകുമ്പോൾ? അക്ഷയ, ഇസ്രയേലിന്റെ തിരിച്ചടിക്ക് ഒരു വ്യക്തത കൂടെ വരികയാണ്. ഇപ്പോൾ ഇസ്രയേലിന് പിന്തുണയായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരെയുമടക്കം US മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ വ്യോമഗതാഗതമടക്കം എല്ലാം സജ്ജമാണ് എന്ന രീതിയിലാണ് ഇറാൻ പറയുന്നത്. കൃത്യമായ സമയം നോക്കി തിരിച്ചടിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടെ ഇസ്രയേൽ നൽകുന്നുണ്ട്. അതേസമയം ഇസ്രയേലിൽ എത്ര പേർ കാൽനാശമുണ്ടായി, എത്ര പേർ മരിച്ചു എന്നുള്ള കണക്കിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അമേരിക്ക ഇസ്രയേലിനൊപ്പം സജ്ജമാണ് എന്നാണ് ഇസ്രയേൽ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആ രീതിയിൽ തന്നെ വാർത്തകൾ വരുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ഇറാനു വേണ്ടി റഷ്യ രംഗത്തിറങ്ങുമോ എന്നതാണ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഉണ്ടായാൽ ഇനി ഇപ്പം ഇറാനു വേണ്ടിയിട്ട് ഇറാന്റെ പടക്കോപ്പുകളും ഇറാന്റെ സൈന്യവുമൊന്നും ഒരുപക്ഷെ ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ വേണ്ട രൂപത്തിൽ ഉള്ളതല്ലെങ്കിൽ റഷ്യ എന്തായാലും ഇറാന് വേണ്ടി പിന്തുണച്ചിറങ്ങേണ്ടി വരും. ആ രീതിയിൽ അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധം, അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു യുദ്ധം എന്ന രീതിയിലേക്ക് ഇത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതേസമയം തന്നെ മറ്റൊരു കാര്യം ഇന്നുണ്ടായ കരയാക്രമണം, ലെബനനിലേക്ക് ഇസ്രയേൽ നടത്തിയ കരയാക്രമണത്തിൽ ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ ഹിസ്ബുള്ള ചില തിരിച്ചടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ, അതായത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാവുമോ, ആ രീതിയിലുള്ള കാര്യങ്ങളും ഇനി ഉറ്റുനോക്കുന്നുണ്ട്. അക്ഷയ. ഇംതിയാസ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇംതിയാസ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അതായത് 180 മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതായിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ആ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. 180 മിസൈലുകൾ, 400 മിസൈലുകൾ വർഷിച്ചു എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് അത് 180 മിസൈലുകളാണ് ഇറാനിലേക്ക് വന്നു പതിച്ചതെന്നുള്ളതാണ്.
ഈ മിസൈലുകളിൽ ഭൂരിഭാഗവും US എയർഫോഴ്സ് സെൻട്രൽ കമാൻഡുമായി സഹകരിച്ചുകൊണ്ട് ഇസ്രായേൽ എയർഫോഴ്സ് തടഞ്ഞുവെന്നും ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 180 മിസൈലുകൾ വന്നു പതിച്ചു, അവയെ തടയാൻ സാധിച്ചു എന്നുള്ളതുമാണ് ഈ നിമിഷം വരുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ഇംതിയാസ്? ഇപ്പോൾ ഔദ്യോഗികമായ ഒരു വിവരം 180 മിസൈലുകൾ വർഷിച്ചതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ നേരത്തെ തന്നെ വന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് 200-ലധികം മിസൈലുകൾ വന്നു എന്നുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ചില മിസൈലുകളെങ്കിലും ഇസ്രയേൽ നിർവീര്യമാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ പോയിട്ടുണ്ടാകണം. നേരത്തെ തന്നെ US അതിനുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളെ വളരെ പെട്ടെന്ന് നിർവീര്യമാക്കുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ ഇറങ്ങണം, ആ രീതിയിലുള്ള പ്രതിരോധങ്ങൾ നടത്തണമെന്ന് നേരത്തെ തന്നെ US-ന്റെ അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇസ്രയേലിന് കൃത്യമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇസ്രയേലിൽ ഇപ്പോൾ മിസൈൽ വർഷിച്ചതിൻ്റെ ഫലമായി അവിടെ എത്ര പേർ ആൾനാശമുണ്ടായി എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തമായ വിവരമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അതേസമയം ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇസ്രയേൽ പറയുന്നുമുണ്ട്. മറ്റു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ചില മലയാളികളടക്കം ഇത്തരത്തിൽ അവിടെ വലിയ ശബ്ദത്തിലുള്ള ഉഗ്ര ശബ്ദത്തിലുള്ള സ്ഫോടനങ്ങളുണ്ടായി, പല സൈറൺ ശബ്ദങ്ങളുണ്ടായി എന്നുള്ള രീതിയിലൊക്കെ മലയാളികളടക്കമുള്ളവർ പറയുന്നതായിട്ടെല്ലാം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം സുരക്ഷിതരാണോ, മലയാളികൾ സുരക്ഷിതരാണോ, ഇന്ത്യക്കാർ സുരക്ഷിതരാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതാണ്. ലോകരാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു, അമേരിക്കയും റഷ്യയും എല്ലാം രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു, ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു, ഇതെല്ലാം നമ്മൾ കാത്തിരിക്കേണ്ട വിവരങ്ങളാണ്. ഇതിലെല്ലാം ഇനി ലോകരാജ്യങ്ങൾ എടുക്കുന്ന നിലപാട്, UN-ന്റെ അടുത്ത ഇടപെടൽ, ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇനിയുള്ള യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.